നമുക്ക് ഈ തലകറക്കം എന്ന അവസ്ഥ ജീവിതത്തിൽ ഒരു തവണ ഇതിനെ അനുഭവിച്ചിട്ടില്ലാത്തവരായി ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എന്താണ് തലകറക്കം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ? അതെ അതെ, തലകറക്കം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു കളിക്ക് നമ്മൾ പണ്ട് വട്ടം കറങ്ങി കളിക്കുമ്പോഴെങ്കിലും അങ്ങനെയെങ്കിലും തലകറക്കം അനുഭവിച്ചിട്ടില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഇപ്പൊ പത്തോളജിക്കലി വെർട്ടിഗോ അല്ലെങ്കിൽ തലചുറ്റല് തലകറക്കം എന്ന് പറയുന്നത് ഒന്നല്ല ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോ ഒരു ദിവസത്തെ നമ്മുടെ സ്ലീപ്പ് ഉറക്കത്തിന്റെ ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയില്ലെങ്കിൽ കൂടി ചിലപ്പോ ചിലർക്ക് തലകറക്കം വരാറുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ തലകറക്കം ഉണ്ടാകാം. ബി പിയുടെ അല്ലെങ്കിൽ ഷുഗറിന്റെ ഒക്കെ ലെവല് അത് നോർമൽ ബി പി എന്ന് പറയുമ്പോൾ 120/80 നോർമൽ പറയുന്നത്. അതിൽ നിന്നും കുറെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഷുഗർ ലെവൽ താഴ്ന്നു പോയാലൊക്കെ തലകറക്കം ഉണ്ടാകാം. പിന്നെ ചിലപ്പോ ഓൾട്ടിറ്റ്യൂഡ് ഒരുപാട് ദൂരെ മുകളിലേക്ക് എന്താണ് വലിയ വലിയ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടാം. പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ അനേകായിരം മറ്റ് ഉള്ളിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് തലകറക്കം ഉണ്ടാകാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയിൽ ഉണ്ടാകുന്ന ട്യൂമർ മൂലം തലകറക്കം ഉണ്ടാകാം. പിന്നെ പക്ഷാഘാതം, സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് ചിലപ്പോൾ ഈ ഒരു തലകറക്കം അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തലകറക്കം ഉണ്ടാകാറുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം പലപ്പോഴും ചെവി ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ബാലൻസിന്റെ പ്രശ്നം. അപ്പൊ നമ്മളുടെ ചെവി എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ്. ഇത് കേൾക്കുക എന്നുള്ള പങ്ക് മാത്രമല്ല ഇതിന് ചെയ്യാനുള്ളത്, മറ്റ് ശരീരത്തിന്റെ ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നും കൂടി ഉള്ള ഒരു ഡ്യൂട്ടിയും കൂടി ഇത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെവി നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന ആ ഒരു ചെവിക്കൂട കൂടാതെ അതിന്റെ ഉള്ളിലേക്ക് മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ അങ്ങനെയുള്ള പാർട്ടും കൂടി ഉണ്ട്. അപ്പൊ ഈ ഉൾച്ചെവിയിലുള്ള ഒരു 3 കുഴലുകൾ, ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകളുണ്ട്. സെമി സർക്കുലർ കനാൽസ് എന്നാണ് പറയുന്നത്. അതിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ആണ് പലപ്പോഴും നമ്മൾ ഈ ബാലൻസ്, ശരീരത്തിന്റെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സെമി സർക്കുലർ കനാൽസ് 3 ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ പണ്ട് ഗ്രാഫ് ബുക്കിൽ നമ്മുടെ മാത്സിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒക്കെ ഗ്രാഫ് ബുക്കിൽ XY Z ആക്സിസ് ഒക്കെ വരച്ചിട്ടുള്ളത് പോലെ ആ 3 ഡയറക്ഷനിലായിട്ട് 3 ഡയറക്ഷനിലേക്കാണ് ഈ കൊള്ളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഓരോ ഭാഗത്തേക്കും, നമ്മൾ മുന്നിലേക്കും പിന്നിലേക്കും അല്ലെങ്കിൽ സൈഡിലേക്കും ഒക്കെ മാറുമ്പോഴത്തേ നമ്മുടെ ആ ഒരു ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കുഴലുകളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെയും ഫംഗ്ഷൻ. അപ്പോ ഇതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് സാധാരണ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ, തല അനക്കാതിരിക്കുമ്പോൾ ഈ ഫ്ലൂയിഡ്, ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡ് നോർമലായിട്ട് അനങ്ങാതെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. ആ ഒരു ഇളക്കത്തിൽ നിന്നുണ്ടാകുന്ന സിഗ്നല് പലപ്പോഴും നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും അങ്ങനെ തലച്ചോറ് ഇയാൾ ഇളകിയാണ്, വ്യക്തി പൊസിഷൻ മാറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. തലച്ചോറും സെമി സർക്കുലർ കനാൽസും അതിനുള്ളിലെ ഫ്ലൂയിഡും എല്ലാം കൂടി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിനൈൻ പരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന നമ്മളെല്ലാം കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഇയർ ബാലൻസിന്റെ കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചില സമയത്ത് ഈ ചില സമയത്തല്ല, നോർമലി എല്ലാവരിലും ഈ ഒരു സെമി സർക്കുലർ കനാൽസിന്റെ ആ ഒരു ഭിത്തിയോട് ചേർന്ന് ചില കാൽസ്യം കാർബണേറ്റിന്റെ കല്ലുകൾ ഉണ്ട്. അപ്പൊ ഈ കല്ലുകൾ ഒന്നെങ്കിൽ ചെവിക്കുള്ളിലുള്ള പ്രഷർ കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെവിക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊന്ന് ശക്തമായിട്ട് നമ്മൾ അനക്കി കഴിഞ്ഞാൽ, ചിലപ്പോൾ തുമ്മിയാൽ അല്ലെങ്കിൽ ചുമച്ചാല്, അതല്ലെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് നമുക്കൊരു ആഘാതം സംഭവിച്ചാൽ, ചില ആക്സിഡന്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ഒരു കല്ല്, ചെവിക്കല്ലെന്ന് നമ്മൾ പറയും, ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന അങ്ങനെയാണ്, ഈ ചെവിക്കല്ല് ഇളകി പോകും. ഇളകി നേരെ വീഴുന്നത് ഈ സെമി സർക്കുലർ കനാൽസിലുള്ള ലിക്വിഡിലേക്കായിരിക്കും. അപ്പം നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു പാത്രത്തിൽ ഇരിക്കുന്ന അനങ്ങാതെ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കല്ല് വീണിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് അനക്കം സംഭവിക്കും, അതിൽ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടും. എന്ന് പറഞ്ഞതുപോലെ ഈ സെമി സർക്കുലർ കനാൽസിലുള്ള ഈ ഫ്ലൂയിഡും അനങ്ങി തുടങ്ങും. അപ്പോൾ തലച്ചോറിലേക്ക് സിഗ്നൽ പോകുന്നത് ഇയാളുടെ ബോഡി അനങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് ശരീരം അല്ലെങ്കിൽ തലച്ചോറ് മറ്റുള്ള അവയവങ്ങളിലേക്ക് ഇയാൾ അനങ്ങുകയാണ്, അപ്പോൾ വീഴരുത്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിഗ്നൽസ് ഒക്കെ പാസ് ചെയ്ത് തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പൊസിഷണൽ വെർട്ടിഗോ അല്ലെങ്കിൽ ഇയർ ബാലൻസ് മൂലം ഉണ്ടാകുന്ന വെർട്ടിഗോ, തലചുറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്താണ് ഈ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു കാൽസ്യം കാർബണേറ്റിന്റെ ക്രിസ്റ്റൽസ് ഇതിൽ അടിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന്, അതായത് അതിനൊരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ സമയം എടുക്കാറുണ്ട്.
അപ്പൊ അത് അടിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ഈ ഒരു ലിക്വിഡ്, ഈ ഒരു ഫ്ലൂയിഡ് എന്റെ നോർമൽ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അനക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും തലചുറ്റൽ മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് പൊസിഷണൽ വെർട്ടിഗോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ചിലപ്പോ ഈ ഒരു ഫ്ലൂയിഡ്, ഈ സെമി സർക്കുലർ കനാൽസില് ഉള്ള ഫ്ലൂയിഡിന്റെ അളവ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് തലചുറ്റൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ ഒരു തലചുറ്റലിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ചെവിക്കകത്ത് മൂളുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വസ്തു കിടന്ന് ചിറകിട്ട് അടിക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ നിന്ന് എന്തൊരു ഒച്ച കേൾക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. ഇതിനെ മിനിയേഴ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതും തലചുറ്റലിനൊരു കാരണമാണ്. പിന്നെ ചിലപ്പോൾ ലാബ്രിൻഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറൽ ഫീവർ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻ ഒക്കെ വന്നതിന് ശേഷം ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ചെവിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെവിയിൽ നിന്നും ഡിസ്ചാർജ് വരാനും ചെവിക്ക് വേദന വരാനും ഒക്കെ കാരണമാകാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തലചുറ്റലും അനുഭവപ്പെടാറുണ്ട്. ഇതെല്ലാമാണ് ഈ തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടിഗോ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങൾ. ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാം? ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ തലചുറ്റൽ ഉണ്ടായത് എന്നുള്ളത് അറിയപ്പെടണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കക്കുറവ് കൊണ്ടുണ്ടായ തലചുറ്റലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉറക്കത്തിന്റെ പാറ്റേൺ കറക്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. പിന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ കാരണം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്ക് വ്യായാമവും വരും, മെഡിസിൻസും വരും. അപ്പൊ ചില കണ്ടീഷൻസ്, ഈ പൊസിഷണൽ വെർട്ടിഗോ പോലെയൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് ഇന്റേണലി ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. വെറുതെ വ്യായാമം മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയാവും. പക്ഷെ മറ്റു കാരണങ്ങൾ കൊണ്ട്, ഇനിയിപ്പം ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ ഒക്കെ കുറഞ്ഞു പോയത് കൊണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മരുന്നും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട്. ശരിക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് തന്നെയാണ്. മാറാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കേട്ട് അയാളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിന് അത് ഏത് തരത്തിലുള്ള ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ ഈ ഒരു തലകറക്കം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലകറക്കങ്ങൾ എന്തിന്റെ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ തലകറക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ വെർട്ടിഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100% എഫക്റ്റീവ് എക്സസൈസ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ക്ലിനിക്കിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ അവരോട് പറയാറുണ്ട്. അതിന് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്ല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കാൽസ്യം കാർബണേറ്റിന്റെ കല്ല് ചെവിക്കുള്ളിൽ വീണു അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നാലാണ് ഈ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും എക്സസൈസ് ഇവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കട്ടിലിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഫയിൽ ഇരിക്കുക, നേരെ നോക്കി ഇരിക്കുക. അതിനുശേഷം നമ്മുടെ തല ഒരു 45 ഡിഗ്രി വലത്തേക്ക് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതേ പൊസിഷനിൽ നമ്മൾ ആ കട്ടിലിലേക്ക് ഇടതുവശത്തേക്ക് കിടക്കുക. അപ്പോ എന്നിട്ട് അവിടെ ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ നമ്മൾ അതേ പൊസിഷനിൽ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും അതേ പൊസിഷനിലേക്ക് വന്ന് ഇരിക്കുക, നേരെ നോക്കി ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് തല നേരെ ഇടതുവശത്തേക്ക് ഒരു 45 ഡിഗ്രി തിരിക്കുക. എന്നിട്ട് വലതുവശത്തേക്ക് കിടക്കുക. ഇങ്ങനെ ഡെയിലി അല്ല, ഒറ്റ തവണ തന്നെ ചെയ്യുമ്പോൾ ഒരു 5 തൊട്ട് മിനിമം ഒരു 5 തവണ തൊട്ട് 10 തവണ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 4 or 5 തവണ ചെയ്യുന്നത് ഈ ഒരു തലകറക്കത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. എന്നിട്ടും തലകറക്കം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.